ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളതൊരു പ്രിയപ്പെട്ട ഗസ്റ്റാണ്. മലയാളികൾക്ക് അധികം ആർക്കും ഇല്ലാത്ത ചില പേരുകളുണ്ട്, മോഹൻലാല്, മമ്മൂട്ടി എന്നൊക്കെ. എന്നാൽ മലയാളികളിൽ സജീവമായ ഒരു പേരായിരുന്നു ശങ്കർ. ആ കാലഘട്ടത്തിൽ വീട്ടിലുള്ളവർക്കും വീടിന് പുറത്തുള്ളവർക്കും നാട്ടിലുള്ളവർക്കും കൂട്ടുകാർക്കിടയിലുമൊക്കെ ഒരു ശങ്കർ ഉണ്ടായിരുന്നു. എന്നാൽ നമ്മൾ ഈ പേര് മറ്റൊരാളുടെ അടുത്ത് പറയുന്ന സമയത്ത് നമ്മളുടെ എല്ലാ മനസ്സിൽ ഒരുപോലെ വരുന്ന ഒരു മുഖമുണ്ട്. യെസ്, ആളാണ് എന്നോടൊപ്പം മലയാള സിനിമയുടെ ദ എവർഗ്രീൻ റൊമാൻറ്റിക് സൂപ്പർ സ്റ്റാർ ശങ്കർ സാർ. വെൽക്കം. വെൽക്കം. സുഖമോ ദേവി എന്നെടുത്ത് ആ ഒരു പാട്ടിലൂടെ എല്ലാവരുടെ അടുത്തും സുഖമാണോ എന്ന് എപ്പോഴും ചോദിക്കുന്ന ഒരാളാണ്. സോ ഹൗ ആർ യു? സർ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ആ ഒരു കാലഘട്ടത്തിൽ എല്ലാവർക്കും സജീവമായിരുന്ന ഒരു പേരായിരുന്നു ശങ്കർ. അങ്ങനെ ഒരു കോമൺ ആയിരുന്ന പേരെന്ന് എപ്പോഴെങ്കിലും സാറിന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ബിക്കോസ് ഞാൻ 1980 തുടങ്ങിയതാണ് ഈ ഒരു യാത്ര. 45 വർഷങ്ങൾക്ക് മുമ്പെയാണ് എൻ്റെ യാത്ര തുടങ്ങുന്നത്. ഒരു തലൈരാഗം എന്ന് പറയുന്ന സിനിമ അതൊരു റൊമാൻറ്റിക് ഫിലിമാണ്, നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എൻ്റെ മാതൃഭാഷയായ മലയാളത്തിൽ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു സിനിമ. ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു വന്ന ഒരാളാണ്. ഒരു തലൈരാഗം എന്ന് പറയുന്ന സിനിമ ഞാൻ ഒരിക്കലും നമ്മളാരും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല ഈ സിനിമ ഇത്ര വലിയൊരു സക്സസ് ആയി മാറും. അതിൻ്റെ കാരണം ആ സിനിമ എടുത്ത് ആ സിനിമ റിലീസ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടി എൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ ആ കാലഘട്ടത്തിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ സിനിമ നമ്മൾ ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ ആ സിനിമ വിതരണക്കാരെടുക്കും. അപ്പം അതിന് ഒരുപാട് ആ കാലഘട്ടത്തിൽ അവിടുത്തെ ബ്രോക്കേഴ്സ് ഉണ്ട്, സിനിമ മീഡിയേറ്റേഴ്സ് എന്ന് പറയാറ്. അപ്പോൾ അവർ വന്ന് സിനിമ കാണും, അവരാരെങ്കിലും വിളിച്ചുകൊണ്ട് വരും, സിനിമ കാണും. അങ്ങനെ ആ സിനിമ 100 പ്രൊജക്ഷൻ ഇട്ടു. ആ 100 പ്രൊജക്ഷനിൽ ആരും ആ സിനിമ മേടിച്ചില്ല. ഫൈനലി ആ പ്രൊഡ്യൂസർ തന്നെ റിലീസ് ചെയ്യുക ചെയ്തത്. അത് തമിഴ് സിനിമയുടെ ഒരു ഹിസ്റ്ററി ബുക്കിലേക്ക് കയറിയ സിനിമയാണ്. 365 ദിവസം തിയേറ്ററുകളിൽ ഫുൾ ഹൗസിൽ ഓടുന്ന സിനിമയായിരുന്നു. മേ ബി ഒരു കുറേ കഴിഞ്ഞപ്പോൾ കുറഞ്ഞ ആൾക്കാർ വരുമല്ലോ. അപ്പോൾ ആ സിനിമയുടെ സക്സസ് എന്നെ ഒരു റൊമാൻറ്റിക് ഹീറോ ആക്കി. ബിക്കോസ് അതിൽ ഞാനൊരു റൊമാൻറ്റിക് റോളാണത്. റൊമാൻറ്റിക് എന്ന് പറഞ്ഞാൽ ലവ് സ്റ്റോറിയാണ്. അപ്പോൾ നാച്ചുറലി ഇറ്റ്സ് എ റൊമാൻറ്റിക് റോൾ. എല്ലാവരും എന്നെ അങ്ങനെ കാണാൻ തുടങ്ങി. ലേഡീസിൻ്റെ ഒരു വലിയ ആരാധന എനിക്കുണ്ടായി. ഏറ്റവും കൂടുതൽ എന്നെ ആരാധിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ ലേഡീസാണ്. അപ്പോൾ ഇതൊക്കെ എൻ്റെ മുമ്പിൽ ഞാൻ കണ്ടിട്ടുണ്ട്. മഞ്ഞിലിരിഞ്ഞ പൂക്കൾ വന്നപ്പോൾ, പക്ഷെ മഞ്ഞിൽ ഇരിഞ്ഞ പൂക്കൾ എന്ന് ഒരു തലൈരാഗം ഡിഫറെൻ്റ് ആയിരുന്നു. എൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒരു തലൈരാഗത്തിൽ ഞാൻ വളരെ സോഫ്റ്റായിട്ട് പോകുന്ന, വളരെ ഒരു നല്ല പയ്യൻ, ഒരു പെണ്ണിൻ്റെ പിന്നാലെ നടക്കുന്ന ഒരു ക്യാരക്ടർ. പക്ഷെ മഞ്ഞിലിരിഞ്ഞ പൂക്കൾ അങ്ങനെയല്ല. അതിനകത്ത് ആക്ഷൻ ഉണ്ട്, കോമഡി ഉണ്ട്, എല്ലാം ഉള്ള ഒരു സിനിമയായിരുന്നു. ഒരു സ്റ്റൈലുണ്ട്. ഇപ്പോൾ ഞാനതിൽ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. സിനിമ കണ്ടവർക്ക് ആ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ കാണുന്നവർക്ക് അത് മനസ്സിലാവും. ഒരു സ്റ്റൈൽ ഞാനതിൽ ക്രിയേറ്റ് ചെയ്തിരുന്നു. അതിന് പലരും ശങ്കർ സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞിരുന്നു. എൻ്റെ ഹെയർ സ്റ്റൈല്, അല്ലെങ്കിൽ ഞാൻ അതിൽ ചെയ്തിട്ടുള്ള മാനറിസം, അതൊക്കെ ആൾക്കാർ കുറേ കാലം അത് ഫോളോ ചെയ്തിരുന്നു. അതാണ് ഇപ്പോൾ ഓരോ വീടുകളിലും അത് വലിയൊരു, ഇപ്പൊ ചോദിച്ച മാതിരി ഓരോ വീടുകളിലും വലിയൊരു പേര് ഉണ്ടാക്കി. ഇപ്പൊ സാർ ഇത് പറഞ്ഞ സമയത്ത് എൻ്റെ മനസ്സ്, അല്ല എൻ്റെ കണ്ണുകൾ 80s പോയത്. കാരണം 80കളിൽ ഒരു തലൈരാഗം എന്ന സിനിമ, അന്ന് അത് 2 കോടി കളക്ഷൻ, 2 കോടിക്ക് മുകളിൽ, അല്ലെങ്കിൽ ഇന്നത്തെ കണക്കെടുക്കുവാണെങ്കിൽ ഒരു 5-6 കോടി അന്നത്തെ കാലത്ത് നേടിയ ഒരു സിനിമയാണ്. പക്ഷെ ആ സിനിമ അത്ര കളക്ഷൻ നേടിയ സമയത്തും 5-6 കോടിയല്ല, ഇന്നത്തെ കാലം വെച്ച് നോക്കുമ്പോൾ ഒരു 500-600 കോടിയാണ് അന്നത്തെ ഉണ്ടാവും. ബിക്കോസ് അന്നത്തെ ടിക്കറ്റ് റേറ്റും ഇന്നത്തെ ടിക്കറ്റ് റേറ്റും പോപ്പുലേഷൻ, സിനിമ കാണുന്നവർ ഇൻക്രീസ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു പാൻ ഇന്ത്യൻ സിനിമ എന്നൊക്കെ പറയുന്ന മാതിരി ഇപ്പോൾ എല്ലാവരും എല്ലാ ഭാഷയിലുള്ള സിനിമയും കാണുന്നുണ്ട്. ഇപ്പോൾ അത് ആ കളക്ഷൻ വേറെ ആയിരിക്കും. പക്ഷെ കളക്ഷൻ ഒക്കെ മാറ്റി വെച്ചിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം, ആ ഒരു സമയം 80s ദ യങ് ശങ്കർ എന്നൊരു വ്യക്തി ആദ്യ സിനിമയിലൂടെ അത്രയും പോപ്പുലറൈസ് ആവുന്നു. അപ്പോൾ സാർ, എനിക്ക് ചോദിക്കാനുള്ള ആ ഒരു സുവർണ കാലഘട്ടത്തിൽ ആ ചെറിയ ശങ്കർ എങ്ങനെയായിരുന്നു അതൊക്കെ മാനേജ് ചെയ്യുന്നത്? ഞാൻ പറയുകയാണെങ്കിൽ ഐ എം വെരി ലക്കി. ബിക്കോസ് നമ്മളെല്ലാം സിനിമയിൽ വരണമെന്ന് ആഗ്രഹിച്ച് നടന്നിരുന്ന ആൾക്കാരാണ്. പക്ഷെ എങ്ങനെ സിനിമയിലേക്ക് വരും? നമ്മളുടെ മാറ്റ്നി ഐഡൽ എന്ന് പറയുന്ന മാതിരി നമ്മൾ ആരാധിക്കുന്ന ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിച്ചിരുന്ന രാജേഷ് ഖന്നയായിരുന്നു. ബിക്കോസ് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരുപാട് റൊമാൻറ്റിക് സിനിമകൾ, പിന്നെ അതേമാതിരി അമിതാഭ് ബച്ചൻ വന്നപ്പോൾ അമിതാഭ് ബച്ചനായി, പിന്നെ മലയാളത്തിൽ ഓഫ് കോഴ്സ് പ്രേം നസീർ സാറ്, പിന്നെ അതുപോലെ മധു സാറ്, പിന്നെ കമലഹാസൻ്റെ ഞാൻ വലിയൊരു ഫാനായിരുന്നു കമലഹാസൻ്റെ, ഇന്നും ആണ്. ബിക്കോസ്
അദ്ദേഹത്തിൻ്റെ ആക്ടിങ്ങൊക്കെ കണ്ട് അദ്ദേഹത്തിൻ്റെ ഓഫ്കോഴ്സ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ടാണ് നമ്മൾ വളർന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു മാനറിസം ഒക്കെ കുറച്ച് നമുക്ക് ആ കാലഘട്ടത്തിൽ വന്നിട്ടുണ്ട്. ഐ എം വെരി ലക്കി എന്ന് ഞാൻ പറയാൻ കാരണം ഞാൻ 20 years ആയപ്പോഴാണ് ഞാൻ ശരിക്കും സിനിമയിലേക്ക് ഒരു തലയിലാകമൊക്കെ ഒരു 2021 ആയപ്പോഴാണ് റിലീസാവുന്നത്. ഓഫ്കോഴ്സ് അത്ര യങ് ഏജിൽ ഇത്രയും ഒരു പോപ്പുലർ ആവുക എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ബിക്കോസ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ ഒരു സംഭവം നമ്മുടെ മുമ്പിൽ കൂടെ നടന്നു പോവുകയാണ്. ബിക്കോസ് ഒരു തലയിലാകും എല്ലാ മുക്കിനും എനിക്ക് എൻ്റെ ഓർമ്മ വരുന്നത് എനിക്ക് ആദ്യമായിട്ട് ഓപ്പൺ ചെയ്ത ഒരു മൺട്രം. അപ്പോൾ തമിഴ്നാട്ടിൽ ഫാൻസ് അസോസിയേഷൻ എന്ന് പറയുന്നതിന് അതിന് മൺട്രം എന്ന് പറയും. അപ്പോൾ അങ്ങനെ എനിക്ക് ആദ്യമായിട്ട് വിളിപ്പുരം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു തലയിലാകെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് കുറേ പിള്ളേർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഞങ്ങളൊരു മൺട്രം ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് സാറിൻ്റെ പേര്. ഞാനത് വേണ്ടാന്ന് പറഞ്ഞു. ബിക്കോസ് എനിക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മളെന്തോ കടന്ന് ഒറ്റ ഓവർനൈറ്റ് സ്റ്റാറായ മാതിരിയാണ്. ഈ പറയുന്ന മാതിരി കറക്റ്റാണ്. ഒരു ഓവർനൈറ്റ് ഞാനൊരു സ്റ്റാറാണ്. പക്ഷെ അവരെന്നെ നിർബന്ധിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ശരി എന്നാൽ പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ അഡ്വൈസ് ചെയ്തു നല്ലതാണ്, ഒരു മൺട്രം ആവശ്യമാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാനതിനെ സമ്മതിച്ച്. ഞാൻ ഇന്നും എൻ്റെ മനസ്സിൽ കയറി വരുന്നൊരു വലിയൊരു സംഭവമാണ്. ബിക്കോസ് ഞാൻ ആ വില്ലേജിൽ വിളിപ്പുരം എന്ന് പറയുന്ന വില്ലേജിൽ ഞാൻ കാലെടുത്ത് വെക്കുമ്പോൾ ആ വില്ലേജ് മുഴുവൻ നിൽക്കുക. എനിക്ക് തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാർ എന്നെ കാണാൻ വേണ്ടി നിൽക്കുക. അത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് അത്രയും യങ് ഏജിൽ. ബിക്കോസ് ഒരു പല ആക്ടേഴ്സിൻ്റെയും ലൈഫ് എടുത്ത് നോക്കിയാൽ അവർക്കൊക്കെ കുറച്ച് ലേറ്റായിട്ടാണ് സ്റ്റാർഡം ഉണ്ടായിരിക്കുന്നത് ഒരുപാട് പേർക്ക്. അപ്പോൾ അത് അവർക്ക് അതിലൊരു എക്സ്പീരിയൻസ് ആയി വരുന്ന സമയത്ത് അതിനെ മാനേജ് ചെയ്യാൻ പറ്റും. എൻ്റെ ഫസ്റ്റ് ഫിലിം ഇത്രയും ഹിറ്റായി മേ ബി അത് എനിക്ക് എൻ്റെ ലൈഫിൽ ചെറിയ അത് ശരിയായിരുന്നു എന്നും എനിക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് ഒരു മാനേജ്മെൻ്റ് ഉണ്ട്. നമുക്ക് സ്റ്റാർ ആവാം, പക്ഷെ അവിടുന്ന് നമ്മൾ മാനേജ് ചെയ്ത് വരുന്ന കുറേ കാര്യങ്ങൾ, എങ്ങനെ സിനിമ ചെയ്യണം, എങ്ങനെ സിനിമ എടുക്കണം, ഏത് കഥ സെലക്ട് ചെയ്യണം, ഇതൊന്നും ആ കാലഘട്ടത്തിലില്ല. നമ്മൾ ഏത് സിനിമയും വന്നാൽ അതെടുക്കും ചെയ്യും. അതൊരു യങ് ആയതിൻ്റെ കുഴപ്പമായിരിക്കും. പക്ഷെ വേറൊരു സൈഡ് നോക്കുമ്പോൾ ഇത്രയും യങ് ഏജിൽ ഇത്രയും പോപ്പുലാരിറ്റി തമിഴ്നാട്ടിൽ മാത്രമല്ല, മഞ്ഞിലുലഞ്ഞ പൂക്കളിന് ശേഷം മലയാളത്തിലും അപ്പോഴും 80 തന്നെ റിലീസായ സിനിമയാണല്ലോ. അപ്പോൾ ഇത്രയും യങ് ഏജിൽ അത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. ശങ്കർ സാറിനെ പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്കല്ല ഒരു ഓവർനൈറ്റ് ഫെയിം ആണ്, അല്ലെങ്കിൽ ലക്ക് ഫാക്ടർ കൊണ്ട് കയറി വന്നതാണ്, പെട്ടെന്ന് തിളങ്ങിയിട്ട് അങ്ങ് മാറി നിന്നു എന്നൊക്കെ പറയാം. പക്ഷെ ശങ്കർ സാറിനെ അടുത്തറിഞ്ഞ ഒരാൾക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ സാധിക്കില്ല. കാരണം സിനിമയിൽ എത്തുന്നതിന് മുന്നേ തന്നെ സിനിമ തന്നെ മോഹിച്ച് ആശിച്ച് സിനിമ പഠിച്ച് അതിനുവേണ്ടി അധ്വാനിച്ച് ചാൻസസ് പലരോടും ചോദിച്ചാണ് സാറ് സിനിമയിൽ എത്തിയത്. അപ്പം അതിനെ ഒരിക്കൽ പോലും നമുക്കതൊരു ഓവർനൈറ്റ് ഫെയിം എന്ന് ഇപ്പൊ സാർ പറഞ്ഞതിനിടയ്ക്കാണെങ്കിൽ പോലും ഒരു ഓവർനൈറ്റ് സക്സസ് എന്നൊരു വേർഡ് യൂസ് ചെയ്തു. ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ സാർ? ഒരു സ്ട്രഗിള് നിസ്സാരമാണോ? അത്ര നിസ്സാരമായിരുന്നു ആ സ്ട്രഗിൾ? അല്ലല്ല, നിസ്സാരമല്ല. ബിക്കോസ് ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന സമയം തന്നെ എനിക്കറിയാം. ബിക്കോസ് ഒരു സിനിമയിലേക്ക് കയറാൻ ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച്, ഇന്ന് നമുക്ക് ഒരുപാട് വഴികളുണ്ട് കയറാൻ. നമ്മൾ ടി വിയിൽ ഫേമസ് ആയാൽ മതി, അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു എവിടെയെങ്കിലും നമ്മളൊരു പെർഫോമൻസ് കാണിക്കാൻ സാധിച്ചാൽ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ്. അന്ന് അങ്ങനെയല്ല, പോയി ചോദിക്കണം. അപ്പം നമ്മൾ എൻ്റെ ഓർമ്മയിൽ ഞാൻ തമിഴ്നാട്ടിലായിരുന്നല്ലോ ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിരുന്നത്. അപ്പോൾ തമിഴിലേക്കാണ് കൂടുതൽ ട്രൈ ചെയ്തിരുന്നത്. ബിക്കോസ് ആ സമയത്ത് ആ ടൈമിലുള്ള ഏറ്റവും പോപ്പുലറായിട്ടുള്ള ടോപ്പിൽ നിൽക്കുന്ന ഡയറക്ടേഴ്സിൻ്റെ എല്ലാ ഓഫീസിലും ഞാൻ കയറി ഇറങ്ങിയിട്ടുണ്ട്. പോയി ഫോട്ടോ കൊടുക്കും, തിരിച്ചു വരും. അവരാരും വിളിക്കാറില്ല. പലരും എന്നെ അഡ്വൈസ് ചെയ്തിട്ടുണ്ട്. അന്നത്തെ ഏറ്റവും വലിയ ഡയറക്ടർ ശ്രീധർ സാറ്, ഒരുപാട് ഹിറ്റ് സിനിമകൾ ചെയ്തിട്ടുള്ള ഡയറക്ടറാണ്. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, നീ പോയി പഠിക്കുക ആദ്യം, ഒരു എഡ്യൂക്കേഷൻ, ഒരു മിനിമം ഡിഗ്രിയെങ്കിലും എടുത്തിട്ട് ദെൻ ട്രൈ എന്നെൻ്റെ അടുത്ത് നല്ല അഡ്വൈസാണത്. പക്ഷെ അതൊക്കെ നമ്മൾ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്താ, ദർ ഈസ് എ ലക്ക് ഫാക്ടർ ഫോർ എവറിത്തിങ്. അത് എല്ലാവർക്കും വേണം. അത് ചിലവരുടെ ലക്ക് എക്സ്റ്റെൻഡഡ് ആണ്, ചിലരുടെ ലക്ക് എവിടെയെങ്കിലും വന്ന് അത് ഒരു ബ്ലോക്ക് വരും അവിടെ. അപ്പം അങ്ങനെ ഒരു ബ്ലോക്ക് എനിക്കുണ്ടായി. ദാറ്റ് ഈസ് 94-ന് ശേഷം എൻ്റെ ലക്ക് ഫാക്ടർ എന്ന് പറയുന്നത്, എൻ്റെ ലക്ക് എന്ന് പറയുന്നത് എൻ്റെ ഈ 2 സിനിമയാണ്, ഒരു തലയിലാകവും മഞ്ഞിലുലഞ്ഞ പൂക്കളും. അവിടെ നിന്നാണല്ലോ എനിക്കൊരു കാല് വെക്കാൻ പറ്റും. ഞാൻ പിന്നെ 10-14 വർഷം തിരിഞ്ഞു നോക്കിയിട്ടില്ല. സിനിമ അഭിനയിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു ലക്ക് എനിക്കുണ്ടായിരുന്നു സിനിമയിൽ. ഞാൻ പറയുന്നത് ഇന്നും എല്ലാവരും, ഇപ്പോൾ നമ്മൾ എടുത്ത് നോക്കിയാൽ ആരെയും കുറ്റപ്പെടുത്തില്ല, ആ കാലഘട്ടത്തിൽ
സിനിമയിൽ വിജയിച്ചിട്ടുള്ള അല്ലെങ്കിൽ എത്രയോ ഹിറ്റ് സിനിമകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള എത്രയോ വലിയ ഡയറക്ടേഴ്സ് ഇല്ലേ? അവരൊന്നും വെറുതെ ഇരിക്കുന്നില്ലേ? അവർക്ക് എന്താ ക്രാഫ്റ്റ് അറിയാഞ്ഞിട്ടാണോ? അല്ല, അവരുടെ ലക്ക് എന്ന് പറയുന്നൊരു ഫാക്ടർ ഉണ്ട്. നല്ല പ്രോപ്പർ കഥ വരിക, പ്രോപ്പർ ആർട്ടിസ്റ്റ് വരിക, ഇതെല്ലാവർക്കും ഉണ്ട്. ഞാൻ പറഞ്ഞ മാതിരി ചില ആളുകൾക്ക് മാത്രമേ ഒരു എക്സ്റ്റെൻഡഡ് ഇത് വരുന്നുള്ളൂ. അത് ഇറ്റ്സ് എ ലക്ക് ഫാക്ടർ. ആ ലക്ക് എനിക്കുണ്ടായിരുന്നു. ഓഫ്കോഴ്സ് ഞാൻ ചെയ്ത സിനിമകളൊക്കെ ആ സമയത്ത് ഇത്രയും വിജയിച്ചിട്ടുണ്ട്. അത് ഞാൻ ഇൻഡിവിജ്വൽ ഹീറോ ആയിട്ട് നിന്ന് വിജയിച്ചിട്ടുള്ള സിനിമകളാണ്. എത്രയോ നല്ല നല്ല ഗാനങ്ങളിൽ അഭിനയിക്കാൻ സാധിച്ചു. ബിക്കോസ് ദാസേട്ടനെ മാതിരി ഇത്രയും ഒരു വലിയ ലെജൻഡ്, അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ അഭിനയിക്കാൻ സാധിച്ചു. പിന്നെ ടി എം സൗന്ദരരാജൻ എല്ലാവർക്കും ഇന്നത്തെ യങ്ങർ ജനറേഷൻ അറിയുമോ എന്ന് എനിക്കറിയില്ല. തമിഴ്നാട്ടിലെ MGRനും ശിവാജി ഗണേശനും ആ കാലഘട്ടത്തിലുള്ള എല്ലാ ആക്ടേഴ്സിനും പാട്ട് പാടിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേട്ടാണ് നമ്മൾ വളർന്നിരിക്കുന്നത്. അദ്ദേഹം പാടിയ പാട്ടിൽ എൻ്റെ ആദ്യത്തെ സിനിമയിൽ 3 പാട്ട് അദ്ദേഹമാണ് പാടിയിരിക്കുന്നത്. പിന്നെ SP ബാലസുബ്രഹ്മണ്യം, പിന്നെ ദാസേട്ടൻ മാത്രം പാടിയില്ല, ജയചന്ദ്രൻ ചേട്ടൻ, അതേമാതിരി ജോളി എബ്രഹാം ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒരു ലക്കല്ലേ നമുക്ക് ഇതൊക്കെ കിട്ടുക എന്ന് പറയുന്നത്. ഇപ്പോൾ ആലോചിക്കുമ്പോൾ ജീവിതം ശരിക്കും എൻജോയ് ചെയ്ത ഒരു വ്യക്തിയാണ് ശങ്കർ എന്ന വ്യക്തി. പക്ഷേ ഇപ്പം അടുത്തിടെ ആണെങ്കിലും ശങ്കർ സാറിന്റെ പല ഇന്റർവ്യൂസും പല മാധ്യമങ്ങളും ഞാൻ കണ്ട സമയത്ത് അവർ തമ്നെയിലിന് വേണ്ടിയിട്ടാണെങ്കിലും കണ്ടന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്ലിക്ക് ബൈറ്റ്സിന് വേണ്ടിയാവാം സൂപ്പർ സ്റ്റാർ താരപദവിയിലിരുന്ന ശങ്കറിന് എന്തു പറ്റി, ഞങ്ങളുടെ ശങ്കർ എവിടെ, താരപദവി നഷ്ടപ്പെട്ടത് എങ്ങനെ എന്നിങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ അലോസരപ്പെടുത്തുന്നതാവാം, അല്ലെങ്കിൽ അവരുടെ കണ്ടന്റ് ആവാം, വാട്ട് എവർ ഇറ്റ് ഈസ്. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത്, ഒരാൾ മുഖത്ത് നോക്കി ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് എങ്ങനെയാണ് സാർ, വാട്ട് ഡു യു ഫീൽ? അതിലൊന്നും എനിക്ക് അവര് എൻ്റെ അടുത്ത് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അവർ പലതും ചോദിക്കാൻ ആൻസർ ചെയ്യും. അതല്ല ഞാൻ ഫീൽ ചെയ്തത്. ബിക്കോസ് ഞാൻ പറഞ്ഞത്, ഞാൻ ആ കാലഘട്ടത്തിൽ, ബിക്കോസ് ഞാനൊക്കെ വന്ന സമയത്ത് ഒരു പെട്ടെന്നൊരു അത്ഭുതം പോലെയാണല്ലോ എല്ലാം സംഭവിക്കുന്നത്, ഒരു സ്റ്റാർ ആവുന്നത്. ബട്ട് ആ സമയത്ത് നമ്മൾ ചെയ്ത സിനിമകൾ ഒരു വർഷം 26 പടം, 27 പടം, പിന്നെ ഒരു വർഷം 28 പടം, പിന്നെ കുറച്ച് വന്നപ്പോഴേക്കും 17-18 പടം. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അതൊരിക്കലും ചെയ്യാൻ പാടില്ല. ആസ് ആൻ ആക്ടർ ഞാൻ പിൽക്കാലത്ത് ഫീൽ ചെയ്ത കാര്യമാണ്. ബിക്കോസ് നമ്മൾ പെട്ടെന്ന് ജനങ്ങൾ നമ്മളെ കണ്ട് മടുക്കാനൊരു ചാൻസ് ഉണ്ട്. ബിക്കോസ് നമ്മൾ വേറെ വെറൈറ്റി ആയിട്ടൊന്നും ചെയ്യുന്നില്ല. നമ്മൾ ഈ റൊമാൻസ്, പാട്ടുപാട്, ഇടി എന്നൊക്കെ അല്ലാതെ വേറെ നമ്മൾ ഒരു ഡിഫറെൻ്റ് ആയിട്ട് അന്ന് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തി. അത് ഞാൻ ചോദിക്കാൻ വെച്ചിരുന്നതാണ്. കാരണം സാർ ടൈപ്പ് കാസ്റ്റ് ആയിന്ന് സാർ അറിഞ്ഞിരുന്നു, പക്ഷെ എന്നിട്ട് പോലും എന്തുകൊണ്ടാവും ന്യൂ എക്സ്പീരിയൻസിലേക്ക്? അല്ല, ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു. ബിക്കോസ് ഞാനത് ഒരു 90 ടൈമൊക്കെ ആയപ്പോഴേക്കും ഞാനത് ഫീൽ ചെയ്ത് തുടങ്ങി. 89-88 ഒക്കെ ആയപ്പോൾ. ബിക്കോസ് അതെന്താന്ന് പറഞ്ഞാൽ, ഞാനൊരു റൊമാൻറ്റിക് ഹീറോ ആയിട്ട് നമ്മുടെ ഒരു ഏജ് ഉണ്ടല്ലോ, ആ ഏജ് നമ്മുടെ റൊമാൻസ് ഇതൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു ടൈമുണ്ട്. അത് മേ ബി ഒരു 27-28 ഇയേഴ്സ് വരയ്ക്കൊക്കെ അത് പോവും. അത് കഴിഞ്ഞാൽ വേറെ ആൾക്കാർ വരും, വേറെ യങ് പീപ്പിൾ വരും, അപ്പോൾ അവർ റൊമാൻറ്റിക് ഹീറോസ് ആവും. നമ്മളവിടെ ചേഞ്ചിങ് ഫാക്ടറുണ്ട്. അപ്പോൾ ഞാൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി തമിഴിൽ ഒരു സിനിമ ചെയ്തു, കാതൽ എന്നും നദീനരി എന്ന് പറഞ്ഞിട്ട്. ആ സിനിമയിൽ ഞാൻ നെഗറ്റീവ് റോളാണ് ചെയ്തത്. നെഗറ്റീവാണ്, ഹീറോ ആണ്, പക്ഷെ നെഗറ്റീവാണ്. ഫസ്റ്റ് ഹാഫ് നെഗറ്റീവായിട്ട് വന്ന് പോസിറ്റീവ്. പടം വലിയ സക്സസ് ആയിരുന്നു. അവിടെ 10-100 ദിവസം ഓടിയ സിനിമയാണ്. പക്ഷെ എന്നാലും അതെനിക്ക് വലിയ ചേഞ്ച് വേണം. അത് തമിഴിൽ കുറച്ച് സിനിമ വന്നു. മലയാളത്തിൽ ഞാൻ അങ്ങനെ ഒരു റോൾ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. എന്തെങ്കിലും ഒരു ഡിഫറൻ്റ് ആയിട്ട് ചെയ്യണം എന്ന്. അപ്പോഴാണ് കിഴക്കൊണ്ടരും പക്ഷി വരുന്നത്, ചോദിച്ച് വാങ്ങിച്ച്. അപ്പം അങ്ങനെ അത് ചെയ്തു. പക്ഷെ മേ ബി ആ ഫിലിം അത്ര വിചാരിച്ചത്ര വലിയ സക്സസ്സിലേക്ക് ആ സിനിമ പോയില്ല. മേ ബി അത് പോയിരുന്നെങ്കിൽ വേറൊരു ശങ്കറിനെ കാണാമായിരുന്നു, എനിക്ക് ഇനിയും എക്സ്പെരിമെൻ്റ് ചെയ്യായിരുന്നു. പക്ഷെ അത് സക്സസ് ആവാത്തത് കൊണ്ട് പിന്നെ അഭിമന്യുവിൽ കുറച്ച് നെഗറ്റീവായിട്ട് ചെയ്ത് നോക്കി. ഇപ്പം ഞാൻ ഫീൽ ചെയ്ത് കുറച്ച് നെഗറ്റീവായിട്ട് ചെയ്യുക. ബിക്കോസ് നമ്മൾ നെഗറ്റീവായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും വ്യത്യാസമായിട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പാട്ട് പാടി റൊമാൻസ് കളിച്ച് ലവ് ചെയ്ത് അതൊന്ന് മാറി ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ഒന്നും ഞാൻ വിചാരിച്ച ഒരു ഇതിലേക്ക് വന്നാൽ അവിടെയാണ് ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നത്. ഐ ഫെൽറ്റ് എനിക്ക് ഒരുപാടായി, ഞാൻ 200 സിനിമ ചെയ്തു, ഇനി നമുക്ക് നിർത്താം കുറച്ച് കാലത്തേക്ക്, വേറെ ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് കടന്നു വരാം. അപ്പം അങ്ങനെയാണ് ഞാൻ ഡയറക്ഷൻ ചെയ്യാം വിചാരിച്ചത്. അങ്ങനെ വന്നു കാര്യങ്ങൾ.
മുകേഷ് കഥകളിനകത്ത് മുകേഷ് ഏട്ടൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ശങ്കർ സാർ അമിതമായിട്ട് എല്ലാവരെയും അങ്ങ് വിശ്വസിക്കുന്നത് സാറിന്റെ ബ്ലഡിൽ അലിഞ്ഞു ചേർന്ന ഒരു ക്യാരക്ടറാണെന്ന്. അപ്പം അമിതമായിട്ട് ആളുകളെ വിശ്വസിച്ചത് കൊണ്ട് തോറ്റുപോയിട്ടുണ്ടോ ഞങ്ങളുടെ ശങ്കർ സാർ? ഇല്ല ഇല്ല, ഒരിക്കലും ഇല്ല. ബിക്കോസ് ഞാൻ വിശ്വസിക്കുക എന്നുള്ളതല്ല. ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഓവർനൈറ്റ് സ്റ്റാറായ ഒരാളാണ്. അപ്പോൾ അതിൻ്റെ കഷ്ടപ്പാടുകൾ ഞാൻ സിനിമയിൽ വരാനൊന്നും അങ്ങനെ ഭയങ്കര കഷ്ടപ്പട്ടിണി കിടന്നു അങ്ങനെയൊന്നുമല്ല. ഞാൻ ചാൻസ് ചോദിച്ചിരുന്നു, അങ്ങനെ പോയി വരുന്നല്ലാതെ ഭയങ്കരമായിട്ട് എൻ്റെ ഫാദർ വാസ് ഓക്കെ ഡൂയിങ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഒരു ഭാഗത്തുനിന്ന് ഫൈനാൻഷ്യലി ഒന്നും പ്രോബ്ലംസ് ഉണ്ടായിട്ടില്ല. മേ ബി ഞാൻ എൻ്റെ സക്സസ് പെട്ടെന്നായതുകൊണ്ട് എനിക്ക് എങ്ങനെ ഇത് മാനേജ് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ഒരു ദിവസം 5-8 വണ്ടികൾ എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നു എന്നെ സൈൻ ചെയ്യാൻ വേണ്ടി വിത്ത് അഡ്വാൻസ്. അപ്പോൾ ഇതൊക്കെ മാനേജ്മെൻറ്റാണ്. ഇതൊക്കെ എങ്ങനെ ഞാൻ കഥകൾ കേട്ട് ഇങ്ങനെ അതൊന്നും എനിക്കറിയില്ല. ഞാൻ എല്ലാവരെയും ഇങ്ങനെ കഥ നന്നായിരിക്കും, ഞാൻ അങ്ങനെയല്ലേ വന്നത്, ഒരു പുതുമുഖമായിട്ട് വന്നു, ആ പടം സക്സസ് ആയി. ആരും അറിയാത്ത കുറേ ആളുകളാണ് ആ സിനിമ ചെയ്തത്. മഞ്ഞിലെറിഞ്ഞ പൂക്കൾ ഓഫ് കോഴ്സ് വലിയൊരു ബാനർ ഉണ്ടായിരുന്നു, എന്നല്ലാതെ വേറെ ഒന്നും അതിലില്ല. എല്ലാവരും കുറേ പുതിയ ആളുകളായിരുന്നു. ഇത്തരം സക്സസ്സുകളൊക്കെ വരുമ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാ പടവും സക്സസ് ആവും. പക്ഷെ അതല്ല, നമ്മൾ അവിടെ നിന്ന് നമ്മൾ മാനേജ് ചെയ്യാൻ പഠിക്കണം, ഇതിനൊരു ബിസിനസ്സായിട്ട് കാണണം. അപ്പോൾ അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെ വിശ്വാസം ഞാൻ എല്ലാവരും വിശ്വസിക്കും. അതൊക്കെ നമ്മളെല്ലാവരും ഫ്രണ്ട്സ് അല്ലേ സിനിമയിൽ. അപ്പോൾ പലവരും ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു കുറേ ആളുകളുടെ ആദ്യത്തെ പടത്തിലെ ഹീറോ ഞാനാണ്. അതിപ്പോൾ ഫാസിൽ തൊട്ട് തുടങ്ങി, അല്ലെങ്കിൽ എം ഇബ്രാഹിം, ഫാസിൽ ആയാലും, പിന്നെ അല്ലാതെ നമ്മുടെ വേണു നാഗവള്ളി ആയാലും, സിബി മലയിലായാലും, അല്ലെങ്കിൽ ഭദ്രനായാലും, ഇവരൊക്കെ ഫസ്റ്റ് ഹീറോ ഞാനാണ്. സുരേഷ് ബാബു, അന്ന് റെജി എന്നായിരുന്നു പേര്, ഇതായിരുന്നു മുതൽ. ഒരുപാട് പുതിയ ആൾക്കാർക്ക് ഓപ്പർച്യൂണിറ്റീസ് എൻ്റെ ത്രൂ വന്നിട്ടുണ്ട്, ആ സിനിമകൾ വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താ പറയുക, ഇപ്പം നമ്മൾ ഓരോരുത്തരെ വിശ്വസിക്കുന്നു, സിനിമ ചെയ്യുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഇതെല്ലാം നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. സക്സസ് എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുടെ ഗ്രാഫ്. പക്ഷേ ഇന്ന് സിനിമ ചെയ്യാൻ കുറേ കൂടി ഈസിയായി. ഇന്നുള്ള യങ്സ്റ്റേഴ്സ് ഭയങ്കര സ്മാർട്ടാണ്. അവർ ഒരു പടം സക്സസ് ആയാൽ അത്ര പെട്ടെന്ന് അടുത്ത പടത്തിലേക്ക് കയറില്ല. കുറേ സ്റ്റഡി ചെയ്ത്, അത് നോട്ട് ഓൺലി ആക്ടിങ്, അത് എങ്ങനെ ആര് വിതരണത്തിന് എടുക്കുന്നു, ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ആര് ഡയറക്റ്റ് ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് അവർ സിനിമ ചെയ്യാറ്. എന്നാൽ ആ സിനിമകളെല്ലാം സക്സസ് ആണോ? അല്ല. സാറിൻ്റെ കാലഘട്ടത്തെ പറ്റി പറയുന്ന സമയത്ത് തന്നെ ഇപ്പോൾ അന്ന് ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന കൂടെ അഭിനയിച്ച പല ആൾക്കാരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. അപ്പം ലാലേട്ടൻ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു, എനിക്കിപ്പോൾ പഴയ സിനിമകൾ കാണാൻ അത്ര ഇഷ്ടമല്ല, കാരണം ഒരു സീനിൽ കൂടെ അഭിനയിച്ച ആരും തന്നെ ഇപ്പം എൻ്റെ കൂടെ ഇല്ല. അങ്ങനെ നോക്കുമ്പോൾ ശങ്കർ സാറും ആ ഒരു ഏജിൽ തന്നെ കടന്നു വന്ന ആളാണ്. അപ്പം സാർ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പഴയ സിനിമകളൊക്കെ കാണുമ്പം സാറിന് മിസ്സിങ്? തീർച്ചയായിട്ടും. ഇപ്പം നമ്മളതിൽ മിസ് ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. അതോട് ചേർത്ത് ഞാൻ ചോദിക്കുന്നു, ആരെയായിരിക്കും ഹു വിൽ യു മിസ് ദ മോസ്റ്റ്? ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് നസീർ സാറിനെയാണ്, പ്രേം നസീർ സാറിനെ. ബിക്കോസ് ഞാൻ അദ്ദേഹത്തിൻ്റെ സിനിമയൊക്കെ കണ്ട് നമ്മൾ വളർന്നു വന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഓൾമോസ്റ്റ് എല്ലാ സിനിമയിലും നസീർ സാറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വലിയൊരു ഫാനായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഞാൻ വളരെ പേടിച്ചൊക്കെയാണ് നമ്മൾ നിന്നത്. ബിക്കോസ് ഇത്രയും വലിയൊരു സൂപ്പർ സ്റ്റാർ, അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ അദ്ദേഹത്തിൻ്റെ മകനായിട്ട് ആദ്യമായിട്ട് അഭിനയിക്കാൻ പോകുന്ന സിനിമയാണ് പടയോട്ടം. അപ്പോൾ ഈ പടയോട്ടം അനൗൺസ് ചെയ്തത് മഞ്ഞിലെറിഞ്ഞ പൂക്കളുടെ സിൽവർ ജൂബിലി ഫംഗ്ഷനിലാണ്. അപ്പോൾ അവിടെ വെച്ച് ഇത് അനൗൺസ് ചെയ്തപ്പോൾ ഞാൻ തന്നെ ഷോക്കായി. ബിക്കോസ് ഞങ്ങളുടെ അടുത്ത് ഇതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നവോദയ അനൗൺസ് ചെയ്യാണ്, അടുത്ത പടം പടയോട്ടാണ്, ഫസ്റ്റ് 70mm ആണ്, വലിയൊരു ഹ്യൂജ് ക്യാൻവാസിൽ വരുന്നത്. അതിൽ നസീർ സാറിൻ്റെ ഒപ്പം നസീർ സാറിൻ്റെ മകനായിട്ട് അഭിനയിക്കാൻ പോകുന്ന മഞ്ഞിലെറിഞ്ഞ പൂക്കളുടെ ഹീറോ ശങ്കറാണ്. പിന്നെ എൻ്റെ പേരായിട്ട് വരുന്നത് പൂർണിമയാണ്. പിന്നെ മോഹൻലാലും ആ സിനിമയിലുണ്ട്. മമ്മൂക്കേനൊക്കെ അവിടെ വെച്ചാണ് കാണുന്നത്, മമ്മൂട്ടിയുടെയും ആ സിനിമയിലുണ്ടായിരുന്നു. ഇതൊരു ഭയങ്കര ഷോക്കായിരുന്നു. ഷൂട്ടിങ്ങിന് ചെല്ലുമ്പോൾ ഞാനൊക്കെ ഇങ്ങനെ നസീർ സാർ അവിടെ ഇരിക്കുമ്പോൾ നമ്മളൊക്കെ ദൂരത്ത് പോയി നിൽക്കുകയുള്ളൂ. ബിക്കോസ് നമുക്ക് അത്രയും റെസ്പെക്റ്റാണ് അദ്ദേഹത്തിനോട്. അപ്പോൾ എന്നെ തിരിഞ്ഞു നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ശങ്കർ ഇവിടെ വരൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനങ്ങനെ പെട്ടെന്ന് സാർ ഇവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞു. ഞാൻ സാർ ഇല്ല നിൽക്കാം, ഇല്ലല്ലേ ഇരിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്നു. പിന്നെ അദ്ദേഹം എൻ്റെ എല്ലാ കാര്യങ്ങളും ചോദിച്ചു, ഞാൻ ചെയ്യുന്ന സിനിമകൾ. അത്രയും ഡൗൺ ടു എർത്ത് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. അപ്പം അങ്ങനെ അവിടുന്ന് തുടങ്ങിയ ഒരു യാത്ര. ഞാൻ ഒരു 10-12 സിനിമകൾ നസീർ സാറിൻ്റെ കൂടെ അഭിനയിച്ചു.
പിന്നെ അതിലുപരി ഞാനൊരു 41 days അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു യാത്ര പോയി അമേരിക്കയിൽ. അതൊരു സ്റ്റാർ നൈറ്റിന് അല്ല സ്റ്റാർ നൈറ്റ് ഒരു ഷോ നടന്നു. അതിൽ നസീർ ഉണ്ടായിരുന്നു, മേനക ഉണ്ടായിരുന്നു, പിന്നെ നദിയ മൊയ്തു ഉണ്ടായിരുന്നു, പപ്പുവേട്ടൻ ഉണ്ടായിരുന്നു, ഇവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു 41 days ഒരു ഫാമിലി മാതിരിയാണ്. നമ്മൾ സിനിമ വിട്ട് ഒരു വേറെ ലോകത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഫീലിങ്ങും കാര്യങ്ങളൊക്കെ അദ്ദേഹം നമ്മൾ വിട്ടു പോയപ്പോൾ എനിക്ക് ഒരുപാട് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തിരിക്കുന്ന മാളച്ചേട്ടനാണ്. ഞാൻ സിനിമയിൽ വരുന്ന സമയത്ത് മാള ഒരുപാട് സിനിമയിൽ ടോപ്പിൽ കയറി നിൽക്കുന്ന ആക്ടറായിരുന്നു. ജഗതി ചേട്ടനുണ്ട്, പപ്പുവേട്ടനുണ്ട്, പക്ഷെ മാള ഇങ്ങനെ കയറി വരുന്നൊരു സമയം. അപ്പോൾ എൻ്റെ മിക്കവാറും സിനിമകൾ മാളയുണ്ട്, മാള അരവിന്ദൻ. അപ്പോൾ അയാൾ വരുമ്പോൾ പറയുമ്പോൾ ശങ്കർ മാള എന്നിങ്ങനെ പറഞ്ഞ് നടക്കും. ഒരു വലിയ ഫ്രണ്ട്സായിരുന്നു ഞങ്ങൾ. എവിടെ വന്നാലും അങ്ങനെ കുറച്ച് ആളുകളുണ്ട് നമ്മൾ മിസ് ചെയ്യുന്ന. മാള ചേട്ടൻ, അതുപോലെ MG സോമൻ. സൗഹൃദത്തിന് വേണ്ടിയിട്ട് ഇത്രയും ഒരു സൗഹൃദം കീപ്പ് ചെയ്യുന്ന ഒരാൾ വേറെ ഇല്ല. അങ്ങനെയായിരുന്നു MG സോമൻ. പുള്ളിയെ ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേരെ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. മലയാള സിനിമ കളർ സിനിമയിലേക്ക് കടന്ന കാലഘട്ടത്തിൽ വന്ന ഒരാൾ കൂടിയാണ് സാർ. 45 വർഷങ്ങൾ സിനിമയോടൊപ്പം ചേർന്ന് നിന്നിരുന്നു. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ സിനിമയിൽ വന്ന മാറ്റങ്ങൾ വളരെ വലുതാണ്. ആ ഒരു കാലഘട്ടം വെച്ച് നോക്കുകയാണെങ്കിൽ മലയാള സിനിമയുടെ ഒരു ഗ്രാഫ് എങ്ങോട്ടായിരുന്നു, അല്ലെങ്കിൽ മലയാള സിനിമയെ മാറ്റിക്കൊണ്ടിരുന്ന ഒരു ചേഞ്ചിങ് ഫാക്ടർ എന്തായിരുന്നു സാർ നോക്കിക്കാണുമ്പോൾ? അല്ല, ചേഞ്ചിങ് ഫാക്ടർ എനിക്ക് തോന്നുന്നത് ബിക്കോസ് നമ്മളൊക്കെ അന്ന് സിനിമ ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ മാതിരി ഇതിനൊക്കെ കളക്ഷൻ ഉണ്ട്, പക്ഷെ ഇന്നത്തെ കളക്ഷൻ തന്നെ അന്നും ഉണ്ട്. പക്ഷെ സിനിമ എനിക്ക് തോന്നി ഈ സാറ്റലൈറ്റ് കയറി വന്നില്ലേ, ബിക്കോസ് അന്ന് നമ്മുടെ ഈ TV ഒന്നും ഇല്ലല്ലോ, ആകെയുള്ളൊരു ദൂരദർശനാണ്. അപ്പോൾ ദൂരദർശനിലെ ഒരു സിനിമ അവർ ചെറിയ പൈസയ്ക്കാണ് മേടിക്കുന്നത്. പക്ഷെ ഇന്ന് അതിൽ OTT പ്ലാറ്റ്ഫോംസ്, ഒരുപാട് ടെലിവിഷൻ ചാനൽസ് വന്നു, അവരെല്ലാം സിനിമ മേടിക്കാൻ തുടങ്ങി, നല്ല പ്രൈസ് കൊടുത്ത് മേടിക്കാൻ തുടങ്ങി. അവിടെയാണ് ഈ ഗ്രാഫ് കയറി വന്നത്. പിന്നെ ഓഫ് കോഴ്സ് ഈ പറയുന്ന മാതിരി ഇപ്പോൾ ടിക്കറ്റ് റേറ്റ് മാറിക്കൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോൾ 10 റുപ്യ ടിക്കറ്റ് ഉള്ളത് അത് ചിലപ്പോൾ 20 ആവും, 30 ആവും. അപ്പോൾ ഈ കളക്ഷൻസ് മാറിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ കുറച്ചും കൂടിയും വലിയ സിനിമകൾ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ്. അന്ന് വലിയ സിനിമയാണ് ചെമ്മീനൊക്കെ. മാതിരി ഇപ്പം ഞാൻ തന്നെ ഹിമം എന്ന് പറയുന്നൊരു സിനിമ ചെയ്തിട്ടുണ്ട്, പടയോട്ടം ചെയ്തിട്ടുണ്ട്. അതൊക്കെ പടയോട്ടൊക്കെ ഇന്നത്തെ 100 കോടി സിനിമയാണ്. ഹിമം ഒരു 10, 25, 30 കോടി സിനിമയായിരിക്കും അന്നത്തെ. കാശ്മീരിലും അവിടെ ഇവിടെയൊക്കെ പോയി ഷൂട്ട് ചെയ്ത സിനിമയാണ്. പക്ഷെ ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ആർട്ടിസ്റ്റുകളുടെ ലെവലും മാറി, അവർക്ക് കുറേയും കൂടി ഫ്രീഡം വന്നു സിനിമ ചെയ്യാൻ, എങ്ങനെ ചെയ്യണം. പിന്നെ സിനിമയിലെന്ന് പറയുന്നത് ഡയറക്ടേഴ്സും മാറി വന്നു, പ്രിയദർശൻ വന്നു. അപ്പോൾ ഇവരുടെയൊക്കെ സിനിമകളുടെ റേഞ്ച് മാറി തുടങ്ങി. അതുമാതിരി ഒരുപാട് ജോഷി സാറ് അന്നും ഇന്നും ഒക്കെ ഒരുപാട് വലിയ സിനിമകൾ ചെയ്യുന്ന, ഇന്നും സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ഡയറക്ടറാണ്. അങ്ങനെ കുറേ ഡയറക്ടേഴ്സ് വന്നു. അപ്പോൾ ഇതെല്ലാം മാറി വന്നപ്പോൾ സിനിമ മാറി, ടെക്നോളജി മാറി, കുറേയും കൂടി നമുക്ക് സമയമെടുത്ത് സിനിമ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അന്ന് 15-20 ദിവസം കൊണ്ട് സിനിമ തീർത്തിട്ട് ഓടും, ബിക്കോസ് അന്ന് അത്രേ ടൈമുള്ളൂ. പക്ഷെ ഇന്നതല്ലല്ലോ, ഇന്ന് 2 മാസം 3 മാസമൊക്കെ എടുക്കുന്നുണ്ട് ഒരു സിനിമ തീരാൻ, ഷൂട്ടിങ്. അത് കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക്, പിന്നെ ആക്ടേഴ്സും കഥ സെലക്ട് ചെയ്യാൻ തുടങ്ങി. കുറേയും കൂടി ഇതൊക്കെ ആണ് ചേഞ്ചസ് വന്നിരിക്കുന്നത്. നമ്മളൊക്കെ മലയാള സിനിമയിൽ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, ഒരു ഹീറോ ഓറിയൻറ്റഡ് ആണ് ഒരു സിനിമയെങ്കിൽ, അല്ലെങ്കിൽ ഹീറോനെ വെച്ചിട്ടാണ് ഒരു സിനിമ മുന്നോട്ട് പോകുന്നത്. സെൻട്രലൈസ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഹീറോ ആണെന്ന്. ഇന്നും മലയാള സിനിമ ഒരുപാട് കണ്ടന്റ് റിലേറ്റഡ് ആയിട്ട് മാറി, നാച്ചുറൽ ആയിട്ടൊക്കെ മാറുന്നുണ്ട്. പക്ഷെ അന്നത്തെ കാലത്ത് പത്മരാജനും ഭരതനടക്കമുള്ള ഡയറക്ടേഴ്സിന്റെ സിനിമകളും കണ്ടന്റ് ഓറിയന്റഡ് ആയിരുന്നു. പക്ഷെ അത് വലിയ രീതിയിൽ ഹിറ്റ് അടിക്കാനൊന്നും സാധിക്കാതെ പോയ സിനിമകളുണ്ട്. ഹിറ്റ് അടിക്കുന്നുണ്ട്, ഇവിടെ ഹിറ്റായിരിക്കും കേരളത്തില്. പക്ഷെ ഇന്ന് നമ്മുടെ സിനിമകൾ കണ്ടന്റ് വൈസ് പുറത്ത് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ അംഗീകരിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് തന്നെ എത്രയോ ഫ്രണ്ട്സ് ഉണ്ട്, തെലുങ്ക് അല്ലെങ്കിൽ തമിഴ് ആൾക്കാർ, തെലുങ്ക് ആൾക്കാർ, ഹിന്ദി ഗുജറാത്തികൾ, അവരൊക്കെ മലയാള സിനിമ എടുത്ത് കാണുന്നുണ്ട്. കണ്ടന്റാണ് അതിൻ്റെ റീസൺ. ഡിഫറെന്റ് കണ്ടന്റ്, ഡിഫറെന്റ് സബ്ജക്ട്സ്. ആക്ടറിനെ ശരിക്കും ആക്ടർ ബേസ്ഡ് സിനിമ നമുക്ക് പറയാൻ പറ്റുമോ? ആ ഒരു ആക്ടറുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് എപ്പോഴെങ്കിലും സിനിമ മാറിയതായി സാറിന് തോന്നി? ഇല്ല, ഇന്നിപ്പോൾ ആക്ടർ ഇപ്പം അതല്ലേ നമ്മൾ കാണുന്നത്. ഇപ്പം ഇന്ന് ടോപ്പിൽ കയറി വരുന്നൊരു ആക്ടറുടെ അടുത്ത പടം ഓടുന്നില്ല. അന്ന് ഒരു ആക്ടറിന് ഒരു മിനിമം ഗ്യാരണ്ടി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഇപ്പോൾ
ഒരു ആക്ടറുടെ സിനിമ ഇറങ്ങും, ഒരു 3 ദിവസം 4 ദിവസം അതിനൊരു കളക്ഷൻ ഉണ്ട്. ഇന്ന് അതില്ല. ഇന്ന് ശരിക്ക് സിനിമ നല്ലതില്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും തീരുന്നുണ്ട്. ഒരുമാതിരി കണ്ടിരിക്കാവുന്ന സിനിമയാണെങ്കിൽ സക്സസ്ഫുൾ. അല്ലാത്ത സിനിമകൾ എത്രയോ നമ്മുടെ മുമ്പിൽ ഒരു ദിവസം 2 ദിവസം ഓടിപ്പോയ അപ്പൊ ഓഡിയൻസിന് വന്നൊരു മാറ്റം എന്തായിരിക്കും കാലഘട്ടം അനുസരിച്ച്? ഓഡിയൻസ് ബിക്കോസ് അത് അതാണ് പറയുന്നത്. ഇന്ന് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, വൈഡ് സ്പ്രെഡ് പബ്ലിസിറ്റിയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ വളർന്നതോടെ ഇന്നൊരു പടം നല്ലതല്ലെങ്കിൽ അപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ ഈ സംഭവം വന്നു കഴിഞ്ഞു. അപ്പോൾ പിന്നെ ആ സിനിമ കാണാൻ ആരും പോയില്ല. 2 പ്രാവശ്യം ആലോചിക്കും വേണം, അത് ആരഭിനയിച്ചാലും. സോഷ്യൽ മീഡിയ ആണ് അതിന് ഒരു റീസണായിട്ട് വരുന്നത്. ബിക്കോസ് പെട്ടെന്ന് ഇത് സ്പ്രെഡ്. അന്ന് അതില്ലല്ലോ. അന്ന് ഇത് ആരറിയാനാണ്? മൗത്ത് ടോക്കിലൂടെ തന്നെ അറിയുള്ളൂ. ഒരു സിനിമ വന്നു, മഞ്ഞിലെറിഞ്ഞ പൂക്കളൊന്നും ആദ്യത്തെ ഒരാഴ്ച ആളുണ്ടായിരുന്നില്ല. രണ്ടാമത്തെ ആഴ്ചക്ക് പറഞ്ഞ് പതുക്കെ ആളുകൾ. അതേമാതിരി മോശമാണെങ്കിലും പറഞ്ഞ് അറിഞ്ഞ് വരുമ്പോഴേക്കും ഒരു 3-4 ദിവസം കളക്ഷൻ കിട്ടും. ഈ 3-4 ദിവസം ഇത്രയും കളക്ട് ചെയ്ത് വരുമ്പോൾ ഇത് വലിയൊരു കളക്ഷനായിട്ട് വരും. ഇന്നതല്ല, ഇത് പെട്ടെന്ന് അറിയുന്നതുകൊണ്ട് എല്ലായിടത്തും പെട്ടെന്ന് പടം ഡ്രോപ്പ് ആവുകയാണ് കാണുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു ട്രെൻഡ്, ഇപ്പോൾ കാന്താരമാരി ഒരു സിനിമ, അത് കന്നഡത്തിൽ നിന്ന് ഡബ് ചെയ്ത് വരുന്നൊരു സിനിമയാണ്. അത് കേരളം മുഴുവൻ കലക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയ ആണ് അതിനെ സക്സസ്ഫുൾ ആക്കുന്നത്. അന്ന് നമുക്ക് ആരും റിവ്യൂ പറയുന്നവരുള്ളത്? ആരുമില്ല. റിവ്യൂ ഇല്ല ഒരു സിനിമയ്ക്കും. വല്ല നാനയിലും അല്ലെങ്കിൽ വെള്ളി നക്ഷത്രമാരിയുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും മാഗസീൻസിൽ എന്തെങ്കിലും എഴുതി വന്നാലേ ഉള്ളൂ. മൗത്ത് ടോക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അന്ന് കുറച്ചും കൂടി സസ്റ്റെയിൻ ചെയ്തിരുന്നു സിനിമ. ഇന്ന് ആ സസ്റ്റൈനബിലിറ്റി ഇല്ല. ഇന്ന് പടം നല്ലതല്ലെങ്കിൽ പടം പോവും, പടം നല്ലതാണെങ്കിൽ പതുക്കെ കയറി വരും. പിന്നെ ഓഫ്കോഴ്സ് പബ്ലിസിറ്റി ഒരു വലിയ ഇഷ്യൂ ആണ്. അതിന് പറ്റുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയിരിക്കണം. ഇപ്പം ഞാൻ എപ്പോഴും പറയുന്നു, നവോദയല്ലായിരുന്നു മഞ്ഞിലെറിഞ്ഞ പൂക്കളുടെ ഡിസ്ട്രിബ്യൂട്ടർ അല്ലെങ്കിൽ അവരല്ലായിരുന്നെങ്കിൽ, അവരുടെ പ്രൊഡക്ഷൻ അല്ലായിരുന്നെങ്കിൽ പടം ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് എടുത്ത് മാറിപ്പോയാൻ. പക്ഷെ അവർക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി സിനിമ. അങ്ങനെയുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സും വരണം. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ശരിക്ക് നല്ല സിനിമകൾ കണ്ടെത്തി, ആർട്ടിസ്റ്റ് വേണം, അല്ലാതെയും ഉള്ള സിനിമകൾ അവർ കണ്ടെത്തി അതിനെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരണം ആ സിനിമ. അത് അവർക്ക് കഴിയും, നല്ല സിനിമയാണെങ്കിൽ.